Chapter 7 Permutations and Combinations. ഈ ഒരു ചാപ്റ്ററിൽ പെർമുട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു അറേഞ്ച്മെന്റും കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു സെലക്ഷനെയുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് പെർമുട്ടേഷൻ രീതിയിലാണോ ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ അത് കോമ്പിനേഷൻ ആണോ, സെലക്ഷൻ ആണോ, അറേഞ്ച്മെന്റ് ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പം കുറച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു ക്ലിയർ ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. ഇക്വേഷൻസ് രണ്ട് ഇക്വേഷൻസ്, പെർമുട്ടേഷൻ ഒരു ഇക്വേഷൻ, കോമ്പിനേഷന് വേറൊരു ഇക്വേഷൻ. ആ ഇക്വേഷൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതിനു മുൻപേ നമുക്കൊരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് കണക്കാക്കാനാണ്, കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നതും. പെർമുട്ടേഷൻസും കോമ്പിനേഷൻസും ഒക്കെ ഉപയോഗിക്കുന്നതും പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാം, അങ്ങനെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് പെർമുട്ടേഷനും കോമ്പിനേഷനും ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് പെർമുട്ടേഷനെ പറ്റി നോക്കാം. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് പറയാണ്. നിങ്ങളുടെ കയ്യിൽ 2 പാൻസും 3 ഷർട്ടും ഉണ്ട്. 2 പാൻസ് 3 ഷർട്ട്, ഷർട്ടോ കുർത്തിയോ എന്തെങ്കിലും 3 ഡ്രസ്സ്, 3 ടോപ്പ് ഉണ്ട്, അതുപോലെ 2 പാൻസ് ഉണ്ട്. അത് നിങ്ങൾ മിക്സ് ചെയ്തുകൊണ്ട് എത്രയൊക്കെ രീതിയിൽ നമുക്ക് ഡ്രസ് ചെയ്ത് പോകാം. അതായത് ബ്ലാക്കും വൈറ്റും പാൻറ് ആണെങ്കിൽ റെഡും ബ്ലൂവും ഗ്രീനും ടോപ്പ് ആണെങ്കിൽ ഇതൊക്കെ രണ്ടും ഇടകലർത്തി മിക്സ് ചെയ്തിടാറുണ്ടല്ലേ. അപ്പൊ അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് എത്ര രീതിയിൽ, എത്ര ഡിഫറെന്റ് ലുക്കിൽ നിങ്ങൾക്ക് പോകാൻ കഴിയും, അതൊന്ന് നമുക്ക് നോക്കാം. അതെങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു 2 പാൻസ് ആണുള്ളത്. P1 ഉം P2 ആയിട്ട് എടുക്കാം. നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് 3 കുർത്ത അല്ലെങ്കിൽ 3 ടോപ്പ്. 3 ടോപ്പ് ഉണ്ടെങ്കിൽ ആ 3 ടോപ്പും ഈ P1 ആയിട്ട് ഇടാൻ പറ്റും അല്ലെ. നമ്മുടെ കയ്യിലിരിക്കുന്ന S1, S2, S3 എന്നുള്ള 3 ഷർട്ടുകളാണെന്ന് വിചാരിക്കുക. S1, S2, S3. ഈ 3 ഷർട്ടും P1 നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ ഈ 3 ഷർട്ടും P2 ഇടാൻ പറ്റും. S1, S2, S3. അപ്പൊ നമുക്ക് P1, S1 എന്നൊരു കോമ്പിനേഷനിൽ ഒരു ദിവസം പോകാം. P1, S2 എന്ന കോമ്പിനേഷനിൽ പോകാം. P1, S3, P2, S1, P2, S2, P2, S3. ഓക്കെ. അപ്പൊ എത്ര ഡിഫറെന്റ് ലുക്ക് നമുക്ക് കിട്ടി, എത്ര ഡിഫറെന്റ് വേസിൽ ഇതൊന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റി. ഇത് 6 ഡിഫറെന്റ് വേസിൽ, ഇവിടെ ഒരു 3 ഡിഫറെന്റ് വേ, അതുപോലെ ഇതൊരു 3 ഡിഫറെന്റ് ലുക്ക്. അപ്പൊ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് 6 വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റി. അപ്പൊ അവിടെ ഒരു വാക്ക് നോക്കുക, എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റി, അറേഞ്ച്മെന്റ് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റി. 6 രീതിയിൽ ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റി. അപ്പൊ നമുക്ക് ഇതിന് വേറൊരു രീതിയിൽ പെട്ടെന്ന് ഇതുപോലെ വരയ്ക്കാതെ പെട്ടെന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 കാര്യങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്? 2 കാര്യങ്ങൾക്ക് 2 കോളം വരയ്ക്കാം. ഒരു പാൻറ്റും ഷർട്ടും. അപ്പൊ ഈ പാൻറ്റും ഷർട്ടും ഏത് രീതിയിലൊക്കെ അറേഞ്ച് ചെയ്യാമെന്നാണ് ക്വസ്റ്റ്യൻ. ആകെ എത്ര പാൻറ് ഉണ്ട്? 2 പാൻറ്. അതുപോലെ എത്ര ഷർട്ട് ഉണ്ട്? അത് 3 ഷർട്ട്. എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റി? ജസ്റ്റ് മൾട്ടിപ്ലൈ ദീസ് നമ്പേഴ്സ്. ഓക്കെ. 2 × 3 = 6 വേസിൽ നമുക്കിത് അറേഞ്ച് ചെയ്യാൻ പറ്റി എന്ന് പറയാൻ പറ്റും പെട്ടെന്ന് രീതിയിൽ. ഏത് നമ്പർ ഇട്ട് നോക്കിയാലും നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും. ഓക്കെ. അപ്പൊ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് വിചാരിക്കുന്നത് ഒരെണ്ണത്തിന് എത്ര പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളത് അവിടെ എഴുതി വെക്കുക. അതുപോലെ എസിന് എത്ര പോസിബിലിറ്റീസ് ഉണ്ട്, ഷോർട്ടിൽ ഇത്ര എണ്ണം ഉണ്ട്, എത്ര പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളത് അവിടെ എഴുതി വെക്കുക. രണ്ടോട് ജസ്റ്റ് മൾട്ടിപ്ലൈ ദീസ് നമ്പേഴ്സ്, വി ഗെറ്റ് the arrangement, number of arrangements of these set of this dresses. Okay. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. നമ്പർ ലോക്ക് ഉള്ള സൂട്ട് കേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്പർ ലോക്ക്, അതായത് ആ നമ്പർ കൃത്യമായിട്ട് എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പെട്ടി തുറക്കാൻ പറ്റുള്ളൂ. നമ്പർ ലോക്ക് എന്ന് പറയും. അപ്പൊ ഇവിടെ ഒരു 6 അക്കങ്ങളുള്ള ഒരു നമ്പർ ലോക്കുള്ള പെട്ടി സൂട്ട് കേസ് ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ നമ്പർ മറന്നു പോകുന്നു, ഇത് തുറക്കുകയും വേണം. അപ്പൊ എങ്ങനെയൊക്കെയാണ് തുറക്കുന്നത്? സാധാരണ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാവുന്ന നമ്പേഴ്സ് ഒക്കെ ഒന്നിട്ട് തിരിച്ചൊക്കെ നോക്കും അല്ലെ. അവസാനം തട്ടിപ്പൊട്ടിക്കേണ്ടി വരും. അതല്ല, തുറക്കുന്നതല്ല മെയിൻ. നമുക്കിത് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം എന്ന് ഒന്ന് നോക്കുകയാണ് ഈ എക്സാമ്പിളിലൂടെ. ഓക്കെ. അപ്പോ ഇവിടെ 6 അക്കങ്ങളുണ്ട്. ഈ അക്കത്തിലും ഓരോന്നിലും എത്ര പോസിബിലിറ്റീസ് ഉണ്ട് നോക്കിയിട്ട് നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ്, അതായത് എത്ര രീതിയിൽ നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്ത് വന്നാൽ ഏതെങ്കിലും ഒരു രീതിയിൽ വരുമ്പോൾ ഇത് തുറക്കും. ഓക്കെ. അപ്പൊ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് എത്രയാണെന്ന് നോക്കാം.
അപ്പോൾ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സിന് മുമ്പ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്ന് വിചാരിക്കുക. ഫസ്റ്റ് പ്ലേസിൽ 7 ആയിരുന്നു. ഫസ്റ്റ് പ്ലേസിൽ 7 ആയിരുന്നു എന്നൊരു ഓർമ്മ വന്ന് ഉറപ്പാണ്. 7 ആയിരുന്നു. ആ 7 കോളത്തിനകത്ത് എഴുതരുത്. നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് കണ്ടുപിടിക്കണമെങ്കിൽ പുറത്ത് എഴുതുക. ഇത് 7 ഫിക്സഡ് ആക്കി. അപ്പൊ അത് നമുക്ക് ഓർമ്മ വന്നു. ഓക്കെ. ലാസ്റ്റ് നമ്പർ ഓർമ്മ വന്നു. 2 ആയിരുന്നു. ഓക്കെ. എന്നിട്ട് രണ്ടാമത്തെ നമ്പർ 0യോ 1ഓ ആയിരുന്നു. 0 or 1. ഇത്രയും കാര്യങ്ങൾ നമുക്കൊരു ഫിക്സഡ് ആയി. ഇതിനെ പറ്റി ഒരു ഐഡിയയും ഇല്ല. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വന്നു എന്ന് വിചാരിക്കാം. 7 ആയിരുന്നു ഫസ്റ്റ് നമ്പർ, ലാസ്റ്റ് നമ്പർ 2 ആയിരുന്നു, രണ്ടാമത്തെ നമ്പർ 0യോ അല്ലെങ്കിൽ 1ഓ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോൾ ഇനി ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം എന്ന് ചോദിക്കുകയാണ്. ഓക്കെ. അപ്പം നമ്മളിത് കോളത്തിനകത്ത് എഴുതരുത്. ഏതാണോ നമ്പർ എന്നുള്ളത് കോളത്തിന് വെളിയിൽ വേണം എഴുതാൻ. കോളത്തിനകത്ത് എഴുതുന്ന ഏതാണ്? ഇത്ര പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് കോളത്തിനകത്ത് എഴുതുന്നത്. കോളത്തിനകത്ത് നമ്പേഴ്സ് എഴുതി കഴിഞ്ഞാൽ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് കിട്ടും. അപ്പൊ നമുക്ക് ഫസ്റ്റ് കോളം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് കോളത്തിൽ 7 ആണ്, ഉറപ്പിച്ചു. അത് 7 തന്നെയാണ്. എത്ര രീതിയിൽ അവിടെ അറേഞ്ച്മെന്റ്സ് ഉണ്ട്? ഒറ്റ രീതിയിൽ അല്ലെ? 7 ആണ്. ആ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ആണ് ആ കോളത്തിൽ എഴുതേണ്ടത് 1. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ കോളത്തിൽ ഉറപ്പായിട്ടുള്ള കാര്യം 0യോ അല്ലെങ്കിൽ 1ഓ ആയിരിക്കും. അപ്പൊ 2 രീതിയിൽ മാക്സിമം പോസിബിലിറ്റി, 2 രീതിയിൽ ആ പോസിബിലിറ്റീസ് ആണ് ആ കോളത്തിനകത്ത് എഴുതേണ്ടത്. ഇനി ഇവിടെ എന്തെഴുതും? നമുക്ക് എന്താന്ന് അറിയില്ല. മൂന്നാമത്തെ കോളത്തിൽ ഏത് നമ്പർ ആയിരുന്നു എന്നൊരു യാതൊരു ഐഡിയയും ഇല്ല. അപ്പൊ നമ്പേഴ്സ് എത്ര ഉണ്ട് നമ്മുടെ കയ്യിൽ? ഒറ്റക്ക നമ്പറുകൾ 1 to 9 നമ്പേഴ്സ് ഉണ്ട്. പിന്നെ ഒരു 0യും കൂടി ഉണ്ട് അല്ലെ? അപ്പൊ 9 + 1 10 നമ്പേഴ്സ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. 0 ഉൾപ്പെടെ 10 നമ്പേഴ്സ്. 0, 1, 2, 3 എക്സെട്ര അപ് ടു 9. അപ്പൊ ഈ മൂന്നാമത്തെ കോളത്തിൽ വരാനുള്ള പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ ആണല്ലോ? 10. അപ്പൊ അത് നാലാമത്തെ കോളത്തിലും അതേ സെയിം കണ്ടീഷനാണ്. നമുക്ക് ഏത് നമ്പർ ആണെന്ന് അറിയില്ല. 0 മുതൽ 9 വരെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും വരാം. മാക്സിമം പോസിബിലിറ്റീസ് 10. സെക്കൻഡ് ലാസ്റ്റ് കോളത്തിലും അത് തന്നെയാണ് 10. ലാസ്റ്റ് കോളം ഓർമ്മയുണ്ടായിരുന്നു 2 ആയിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് 1 വേ അല്ലെ? 2 തന്നെയാണ് അവിടെ. നമ്പർ ഓഫ് വേസ് ഇസ് 2. അപ്പൊ നമുക്ക് ഇനി അകത്ത് കിടക്കുന്ന നമ്പേഴ്സ് കണ്ടല്ലോ. ഓരോന്നും നമ്മൾ എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായി. അപ്പൊ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഈസ് ദിസ്. ഈ നമ്പേഴ്സ് എല്ലാം കൂടി എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 × 2 × 10 × 10 × 10 × 1 which is equal to 1000 × 2000 അല്ലെ? 2000 രീതിയിൽ ഇത് അറേഞ്ച് ചെയ്ത് നോക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു രീതി വന്നാൽ തുറക്കും. ഇനി കാര്യങ്ങളൊന്നും ഓർമ്മയില്ലായിരുന്നെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതിയേനെ? 10 × 10 × 10 × 10 × 10 × 10 that is 10⁻6. 10⁻6 വേസിൽ ഇത് അറേഞ്ച് ചെയ്താലേ ഏതെങ്കിലും തുറക്കുള്ളൂ. അതുകൊണ്ട് നമ്പർ ഒരിക്കലും മറന്നു പോകരുത്. ഓക്കെ. അല്ലെങ്കിൽ ഇതുപോലെ 2000 10,000 10⁻6 വേസിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയാലേ ഇത് തുറക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കിത് ഇതിന്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലായി. എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം എന്നുള്ളതിന്റെ രീതിയിലുള്ള കൺസെപ്റ്റ് മനസ്സിലായി. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണിത്. എപ്പോഴും ഓർക്കുക, അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ പെർമ്യൂട്ടേഷൻസ് ആണ്, P ആണ്. അപ്പോൾ അതിന്റെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. ഇക്വേഷൻസ് ഒക്കെ വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് നോക്കാം. നമ്മുടെ എക്സസൈസിലെ പ്രാക്ടിക്കൽ പ്രോബ്ലംസിൽ ഓരോന്നായിട്ട് നോക്കാം. Exercise 7.1 first question ഇതാണ്. How many 3-digit numbers can be formed from the digits 1, 2, 3, 4 and 5 assuming that repetition of the digit is allowed? രണ്ടാമത്തെ question, repetition of the digit is not allowed. നമ്മുടെ meaning എന്ന് പറഞ്ഞാൽ how many 3-digit number, എത്ര 3-digit number നമുക്ക് ഫോം ചെയ്യാൻ പറ്റും? ഏതൊക്കെ ഡിജിറ്റ്സ് 1 മുതൽ 5 വരെയുള്ള ഡിജിറ്റ്സ് അല്ലേ? From the digits 1, 2, 3, 4, 5 5 ഡിജിറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് നമുക്കൊരു 3-digit നമ്പർ ഫോം ചെയ്യണം. 3-digit നമ്പർ ആകുമ്പോൾ നമുക്കൊരു 3 കോളം വരയ്ക്കണം അല്ലെ? നേരത്തെ നമ്മൾ നമ്പർ ലോക്കിന്റെ കാര്യം പറഞ്ഞു. അതേപോലെ ഇവിടെ 3 അക്ക നമ്പറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്നത് ഈ 5 നമ്പേഴ്സ് ആണ്. 1, 2, 3, 4, 5 ഇങ്ങനെ 5 നമ്പേഴ്സ് ആണ് കയ്യിരിക്കുന്നത്. അപ്പോൾ എത്രയൊക്കെ രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്യാം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റെപ്പറ്റീഷൻ ഈസ് അലൗഡ്. ഇപ്പം റിപ്പീറ്റ് ചെയ്യാം. ഇവിടെ 1 എഴുതിയാൽ ഇവിടെ വേണമെങ്കിൽ 1 എഴുതാം. അതായത് ഒരു നമ്പർ നമുക്ക് 111 എന്ന് എഴുതാൻ പറ്റും. റിപ്പറ്റീഷൻ ചെയ്യാം. ഒന്നത്തെ രണ്ടാമത്തെയും പ്ലേസിൽ
ഒരേപോലെ നമ്പർ വരാം. 220 വരാം. അതൊക്കെ 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. 20 വരാൻ പറ്റില്ല, 0 ഇല്ല, 225 വരാം. ഫസ്റ്റ് പ്ലേസിലും സെക്കൻഡ് പ്ലേസിലും വേണമെങ്കിൽ 2 എന്നുള്ള നമ്പർ വരാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ പറഞ്ഞു ഓരോ കോളത്തിലും എഴുതേണ്ടത് നമ്പർ ഓഫ് പോസിബിലിറ്റീസ് ആണ്. ഈ ഫസ്റ്റ് കോളം എത്ര രീതിയിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും? എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? നമ്മുടെ കയ്യിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 5 നമ്പേഴ്സ് ഉണ്ട്. അപ്പം ഈ ഫസ്റ്റ് കോളം നമുക്ക് 5 രീതിയിൽ ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ കോളം എത്ര രീതിയിൽ ഫില്ല് ചെയ്യാൻ പറ്റും? അതും 5 രീതിയിൽ പറ്റും. റെപ്പിറ്റീഷൻ അലൗഡ് ആണ് അല്ലെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ 4 വന്നാൽ ഇവിടെയും 4 വരാം. അപ്പം നമ്മുടെ കയ്യിൽ നമുക്ക് ഇവിടെ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഉപയോഗിക്കാം. ആ 5 എണ്ണം തന്നെ എവിടെയും ഉപയോഗിക്കാം. അപ്പൊ നമ്പർ ഓഫ് പോസിബിലിറ്റീസ് സെക്കൻഡ് പ്ലേസ് ഈസ് ഓൾസോ 5. തേർഡ് പ്ലേസിലും 5 ആണ്. 5 പോസിബിലിറ്റീസ്, 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം. ഏത് നമ്പർ വേണമെങ്കിലും വരാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ, അപ്പൊ ഇതിനകത്ത് ആൻസർ ആയിട്ട് എഴുതാൻ നമുക്ക് അധികം ഒന്നുമില്ല. നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം കൃത്യമായിട്ട് ആൻസർ എഴുതിയാൽ മതി. ഒരു 3 പ്ലേസ് ഉള്ള ഒരു 3 ബോക്സ് വരച്ചിട്ട്, അത് 3 ഡിജിറ്റ് ആയതുകൊണ്ട്, 3 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട്, 3 നമ്പർ ആയതുകൊണ്ട് ഒരു 3 ബോക്സ് വരച്ചതിന് ശേഷം ഓരോ ബോക്സിലും എത്ര പോസിബിലിറ്റീസ്, മാക്സിമം നമ്പർ ഓഫ് പോസിബിലിറ്റീസ് എഴുതുക. എന്നിട്ട് നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് എത്രയാണ്? നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഫോം ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 into 5 into 5 is 25 into 5 is 215. Sorry, 125. 125. 125 രീതിയിലാണ് നമുക്കതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുക, റെപ്പറ്റീഷൻ അലൗ ചെയ്താൽ. രണ്ടാമത്തെ കേസ് ഒന്നുകൂടെ നോക്കാം. അവിടെ റെപ്പറ്റീഷൻ അലൗ ചെയ്താൽ ഇറ്റ്സ് നോട്ട് അലൗഡ് ആണ്. നമ്മുടെ കയ്യിൽ ഇത്രയും നമ്പേഴ്സ് തന്നെ ഉണ്ട്, 5 നമ്പേഴ്സ് തന്നെയുണ്ട്. അപ്പൊ 3 നമ്പറാണ് ഫോം ചെയ്യേണ്ടത്. നമ്മൾ 3 പ്ലേസുകൾ വരച്ചു വെച്ചു. ഈ ആദ്യത്തെ പ്ലേസ് ആണ് നമ്മൾ ആദ്യമായിട്ട് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ എത്ര നമ്പേഴ്സ്? 5 നമ്പേഴ്സ്. രണ്ടാമത്തെ പ്ലേസിൽ എത്ര നമ്പേഴ്സേ ഉള്ളൂ? നമ്മുടെ കയ്യിൽ 4 നമ്പേഴ്സേ ഉള്ളൂ. ഇനി കയ്യിൽ അവൈലബിലിറ്റി നോക്കണം. അങ്ങനെയാണ് ഇത് എത്ര രീതിയിൽ ഫില്ല് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ 5-നകത്ത് ഒരെണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞു അല്ലെ? ഇവിടെ ഫസ്റ്റ് പ്ലേസിൽ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. 5 എണ്ണത്തിനകത്ത് ഒരെണ്ണം എടുത്ത് ഫില്ല് ചെയ്തു. അതെടുത്ത് വീണ്ടും ഇവിടെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ബാക്കി നമ്മുടെ കയ്യിലുള്ളത് 4 നമ്പേഴ്സേ ഉള്ളൂ. അപ്പം ഇവിടെ രണ്ടാമത്തെ പ്ലേസ് 4 രീതിയിലേ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ പ്ലേസോ? മൂന്നാമത്തെ പ്ലേസിൽ എത്ര നമ്പർ, കയ്യിൽ ഇനി എത്രയേ ഉള്ളൂ? ബാക്കി ഇനി 3 എണ്ണവേ ഉള്ളൂ. അപ്പൊ നമുക്ക് 3 രീതിയിലേ അവിടെ ഫില്ല് ചെയ്യാൻ പറ്റൂ. അപ്പൊ അവിടുത്തെ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 into 4 into 3 ആയിരിക്കും. What is that? 60 ways. Only 60 waysൽ മാത്രമേ അങ്ങനെ 3 ഡിജിറ്റ് നമ്പർ ഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇവിടെ തന്നെ ഈ ഫസ്റ്റ് പ്ലേസ് തന്നെ ആദ്യം ഫില്ല് ചെയ്യണമെന്നില്ല. ലാസ്റ്റ് പ്ലേസ് ഫില്ല് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ലാസ്റ്റ് പ്ലേസ് ആകുമ്പോൾ ഇവിടെ 5 രീതിയിൽ ഫില്ല് ചെയ്യാം. ബാക്കി നമ്മുടെ കയ്യിൽ 4 ഉള്ളൂ. 4 രീതിയിൽ ഇവിടെ ഫില്ല് ചെയ്യാം. ബാക്കി നമ്മുടെ കയ്യിൽ 3 ഉള്ളൂ. 3 രീതിയിൽ ഫില്ല് ചെയ്യാം. ഇങ്ങനെ ചെയ്താലും ആൻസർ കറക്റ്റ് ആണ്. 3 into 4 into 5 is equal to 60. Next question. How many 3-digit even numbers can be formed from the digits 1, 2, 3, 4, 5, 6 if the digits can be repeated? അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 നമ്പേഴ്സ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അവിടെ നമുക്ക് ഫോം ചെയ്യാനുള്ളത് 3 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് അതുപോലെ 3 ഡിജിറ്റ് എന്ന് പറയുന്നത് കൊണ്ട് 3 ഡിജിറ്റ് ആയിട്ടുള്ള 3 കോളമുള്ള ഒരു പ്ലേസ് വരയ്ക്കാം. പിന്നെ ഓരോ പ്ലേസിലും നമുക്ക് കറസ്പോണ്ടിങ് കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. എത്ര പോസിബിലിറ്റീസ് എന്നുള്ളത് ഓരോ കോളത്തിലും നമ്മൾ എഴുതി കൊടുക്കണം. അപ്പൊ നമ്മുടെ എയിം എന്ന് പറയുന്നത് 3 ഡിജിറ്റ് ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പറിന്റെ പ്രത്യേകത അറിയാം അല്ലെ? ഒരു ഈവൻ നമ്പറിനാകുമ്പോൾ 1ന്റെ പ്ലേസിൽ എന്തായിരിക്കണം? ഈവൻ നമ്പേഴ്സേ വരാവൂ. 2, 4, 6, 8, 0 ഇവയിൽ ഏതെങ്കിലും ഒന്നേ വരാവൂ. അപ്പൊ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്നത് ഇത്രയും നമ്പേഴ്സാണ്. 1, 2, 3, 4, 5, 6 ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് 3 നമ്പർ ഫോം ചെയ്യേണ്ടത്. അപ്പം ഇത് ഉപയോഗിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ച് ഈവൻ നമ്പർ എടുക്കാവുന്ന കേസ് ഈ ഒരു പ്ലേസിൽ എന്തൊക്കെ വരാം? 2 വരാം, 4 വരാം, 6 വരാം. ഈ 3 കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് അവിടെ ഉണ്ടെങ്കിൽ വെറുതെ ഫോം ചെയ്യുകയല്ല. ഈവൻ നമ്പർ, ഓഡ് നമ്പർ അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 5 അങ്ങനെയുള്ള നമ്പേഴ്സ് വരുമ്പോൾ ഒരു കണ്ടീഷൻ അവിടെ പറയണം. അപ്പൊ കണ്ടീഷൻ ആദ്യം സാറ്റിസ്ഫൈ ചെയ്യണം.
കണ്ടീഷനുള്ള കോളം ആദ്യം സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള കോളം എഴുതുക. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, നമുക്ക് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ക്ലിയർ ആകും. എന്നിരുന്നാലും എഴുതുമ്പോൾ ആ ഒരു രീതിയിൽ പോവുക. അതായത് റിപ്പീറ്റേഷൻ അലൗ ചെയ്യുന്നില്ല എങ്കിൽ അതിനൊക്കെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞേക്കുന്നത് 3 ഡിജിറ്റ് ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പർ ഫോം ചെയ്യുക. അപ്പൊ ഈവൻ നമ്പർ ആകുമ്പോൾ ഈ പ്ലേസ് 2, 4, 6, 8, 0 ഈ നമ്പേഴ്സേ വരാവൂ. പക്ഷെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഇത്രയും നമ്പേഴ്സേ ഉള്ളൂ. അതിനകത്ത് ഈവൻ ആകുന്നത് 3 നമ്പേഴ്സ് അല്ലെ, 2, 4, 6 വരാം. അപ്പൊ ഇവിടെ 2 വരാം, 4 വരാം, 6 വരാം. 3 പോസിബിലിറ്റീസ്. ഓക്കെ, അപ്പൊ അതങ്ങ് ഫിൽ ചെയ്ത് വെച്ചു. If the digits can be repeated, റിപ്പീറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏതെങ്കിലും 2ഓ 4ഓ 6ഓ ഉപയോഗിച്ചെങ്കിലും അത് നമ്മുടെ കയ്യിൽ വീണ്ടും ഇരിക്കുകയാണ് സെക്കൻഡ് പ്ലേസിലേക്ക് ഫിൽ ചെയ്യാനായി. ഓക്കെ, സെക്കൻഡ് പ്ലേസ് ഏതൊക്കെ എത്ര രീതിയിൽ ഫിൽ ചെയ്യാം? മൊത്തം കാര്യങ്ങൾ നമ്പേഴ്സ് നമ്മുടെ ഉണ്ട്. ഒരെണ്ണം ഇവിടെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അത് കുറഞ്ഞിട്ടൊന്നുമില്ല. ഡിജിറ്റ്സ് ക്യാൻ ബി റിപ്പീറ്റഡ് എന്ന് പറയുന്നുണ്ട്. കുറഞ്ഞിട്ടില്ല. ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്തില്ല എങ്കിൽ അത് കുറഞ്ഞേനെ, ഒരെണ്ണം കുറഞ്ഞേനെ. ഇവിടെ ഒരെണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞല്ലോ, അങ്ങനെ കുറഞ്ഞേനെ. പക്ഷെ ഇവിടെ പറയുന്നത് ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയും നമ്പേഴ്സ് തന്നെ നമ്മുടെ കയ്യിൽ വീണ്ടും ഉണ്ട്. അപ്പൊ ഈ ഒരു സെക്കൻഡ് പ്ലേസ് ക്യാൻ ബി ഫിൽഡ് ഇൻ 6 ways. ഓക്കെ, 6 നമ്പേഴ്സില്ലേ, 6 രീതിയിൽ ഏതെങ്കിലും ഒന്ന് വരാം ഇവിടെ. ഇനി ലാസ്റ്റ് പ്ലേസും എന്താണ്? അതും 6 ways തന്നെ ഫിൽ ചെയ്യാം അല്ലെ. അപ്പം അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 6 into 6 into 3. 6 into 3 എത്രയാണ്? 18. 108 രീതിയിൽ നമുക്ക് ഒരു 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കി എടുക്കാം. 3 ഡിജിറ്റ് ഈവൻ നമ്പർ ഉണ്ടാക്കി എടുക്കാം. അടുത്തത്, how many 4-letter code can be formed using the first 10 letters of the English alphabet if no letter can be repeated? നമുക്ക് മീനിങ് മനസ്സിലായി. 10 ലെറ്റേഴ്സ് ഉണ്ട് കയ്യിൽ. ആ 10 ലെറ്റേഴ്സിനകത്തുനിന്ന് 4 ലെറ്റർ കോഡ് ഫോം ചെയ്യണം. 4 എണ്ണം സെലക്ട് ചെയ്ത് മാറ്റണം. 4 എണ്ണം ഫോം ചെയ്യണം. അങ്ങനെ എത്ര രീതിയിൽ ചെയ്യാം? if no letter can be repeated. നമുക്ക് 4 ലെറ്റർ കോഡാണ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ 4 എണ്ണം ഉള്ള ഒരു ബോക്സ് വരയ്ക്കുന്നു, 4 കോളംസ് ഉള്ള ബോക്സ് വരയ്ക്കുന്നു. അപ്പം 4 എണ്ണത്തിന് എത്ര എണ്ണത്തിനാണ് നമ്മുടെ കയ്യിലുള്ളത്? 10 ലെറ്റേഴ്സ് ആണ്. ഫസ്റ്റ് 10 ലെറ്റേഴ്സ്. അപ്പൊ 10 ലെറ്റേഴ്സിനകത്തുനിന്ന് ഫസ്റ്റ് കോളം ക്യാൻ ബി ഫിൽഡ് ഇൻ 10 ways അല്ലെ. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചാൽ മതി. അടുത്തത് വരുമ്പോഴോ നോ ലെറ്റർ ക്യാൻ ബി റിപ്പീറ്റഡ്. നമ്മളിപ്പോ ഇവിടെ ഏതാണോ ഉപയോഗിച്ചത് അത് നമ്മുടെ കയ്യിൽ ഇല്ല, അതെടുത്ത് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. കാര്യം നോ ലെറ്റർ ക്യാൻ ബി റിപ്പീറ്റഡ് ആണ്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് വരുന്നത് സെക്കൻഡ് പ്ലേസ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ വരുന്നത് ഓൺലി 9 ലെറ്റേഴ്സ്. 9 ലെറ്റേഴ്സ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. 9 രീതിയിൽ മാത്രമേ അവിടെ ഫിൽ ചെയ്യാൻ പറ്റൂ. മൂന്നാമത്തെ കോളം വരുമ്പോൾ ആ 9ൽ നിന്നും വീണ്ടും ഒരെണ്ണം പോയി അല്ലെ. 2 ഭാഗത്തോട്ട് 2 എണ്ണമായിട്ടാണ് ഉപയോഗിച്ച് കഴിഞ്ഞു. 10ൽ നിന്നും ബാക്കി 8 എണ്ണവേ കയ്യിലുള്ളൂ. 8 രീതിയിൽ ചെയ്യാം. അതുപോലെ അടുത്തത് 7 രീതിയിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എത്ര വരും? 10 into 9 into 8 into 7 which is equal to 5040. 5040 രീതിയിൽ 4-letter code can be formed using the first 10 letters of English alphabet. Now the question, how many 5-digit telephone number can be constructed using the digits 0 to 9 if each number starts with 67 and no digit appears more than once? അപ്പൊ നമുക്ക് 5 അക്ക ടെലിഫോൺ നമ്പർ ആണ് ഉണ്ടാക്കേണ്ടത് അല്ലെ. അപ്പൊ ഒരു 5 കോളം വരയ്ക്കാം. 5 ബോക്സസ് 1 2 3 4 5 5 ബോക്സ് ആയി. അപ്പൊ 5 ബോക്സിനകത്ത് എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം, എത്ര രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിലുള്ള അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ 0 to 9 ആണ് അല്ലേ. യൂസിങ് ദ ഡിജിറ്റ്സ് 0 to 9. കണ്ടീഷൻസ് ഒക്കെ ബാക്കിയൊന്ന് നോക്കാം. 0 to 9 നമ്പേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അതായത് 10 നമ്പേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഈച്ച് നമ്പർ കണ്ടീഷൻസ് ബാക്കി വരുന്നുണ്ട്. ഈച്ച് നമ്പർ സ്റ്റാർട്ട്സ് വിത്ത് 67. എല്ലാ നമ്പറും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാ നമ്പറും 67 വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഈ 67 അകത്ത് കയറി എഴുതരുത്. 67 ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും ഓൾറെഡി ഫിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവരെ 67 വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് നോ ഡിജിറ്റ് അപ്പിയർ മോർ ദാൻ വൺസ്. ഒരു ഡിജിറ്റ് പോലും മോർ ദാൻ വൺസ്, അതായത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്ക് ഇത്രയാണ് കണ്ടീഷൻ. 67 വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഫസ്റ്റ് ഡിജിറ്റും സെക്കൻഡ് ഡിജിറ്റും 6ഉം 7ഉം ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി വരുന്ന 3 ഡിജിറ്റിന്റെ അറേഞ്ച്മെന്റ്സേ ഉള്ളൂ. ആ 3 ഡിജിറ്റിലും
റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഏതാണോ ഉപയോഗിക്കുന്നത് അത് വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല. അപ്പം നമുക്ക് ഈ ഒരു ഫസ്റ്റ് കോളം മാക്സിമം പോസിബിലിറ്റി എഴുതുന്നത് 1 അല്ലേ, ഓൾറെഡി ഫിക്സ്ഡ് ആണ്. 6 ഉപയോഗിക്കാവൂ, ഒറ്റ രീതിയിലേ ഫില്ല് ചെയ്യാൻ പറ്റൂ. 7 അവിടെയും ഒറ്റ രീതിയിലേ ഫില്ല് ചെയ്യാൻ പറ്റൂ, 7 മാത്രമേ ഉപയോഗിക്കാവൂ. നമുക്ക് മാക്സിമം പോസിബിലിറ്റി ഇസ് 1. ഇവിടെ എത്ര രീതിയിൽ ഉപയോഗിക്കാം? നമ്മുടെ കയ്യിൽ അവൈലബിലിറ്റി 10 ഉണ്ട്, അറിയാം 10 നമ്പേഴ്സ് ഉണ്ട്. ആ 10 നമ്പേഴ്സും ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പൊ പറയുന്നുണ്ട് നോ ഡിജിറ്റ് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ്. അപ്പൊ 6ഉം 7ഉം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു, എന്നിട്ട് അത് വീണ്ടും എടുത്ത് ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ നമ്മുടെ കയ്യിൽ അവൈലബിലിറ്റി എത്ര നമ്പറായി? 8 നമ്പേഴ്സേ ഉള്ളൂ അല്ലെ. 8 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 6, 7 ഒഴിച്ച് ബാക്കിയുള്ള 0 to 9 ഉള്ള നമ്പേഴ്സ്, അതിനകത്ത് 8 എണ്ണവും നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. ക്ലിയർ ആയല്ലോ? 10നകത്ത് 10 എണ്ണം കയ്യിലുണ്ടായിരുന്നു, 2 എണ്ണം ഓൾറെഡി ഉപയോഗിച്ച് കഴിഞ്ഞു, 6ഉം 7ഉം. അപ്പൊ മൂന്നാമത്തെ നമ്മുടെ കയ്യിൽ അവൈലബിലിറ്റി 8 ഉള്ളൂ. 8 രീതിയിലേ മൂന്നാമത്തെ കോളം ഫില്ല് ചെയ്യാൻ പറ്റുകയുള്ളൂ. നാലാമത്തെ കോളത്തിൽ വരുമ്പോൾ, നമ്മൾ നാലാമത്തെ കോളം ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പോൾ എത്ര എണ്ണം കയ്യിലുണ്ട്? 10നകത്ത് എത്ര എണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞു? 3 എണ്ണം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അതൊന്നും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മുടെ കയ്യിൽ 7 നമ്പേഴ്സേ ഉള്ളൂ. അപ്പൊ 7 രീതിയിലേ ഇത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് കോളം വരുമ്പോൾ 6 രീതിയിലേ പറ്റുള്ളൂ. അപ്പം എത്ര എണ്ണം ടെലിഫോൺ നമ്പേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇസ് ഈക്വൽ ടു 1 into 1 into 8 into 7 into 6. Okay, which is equal to 336. 336 രീതിയിൽ നമുക്ക് ഇങ്ങനെ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് 5 ഡിജിറ്റ് ടെലിഫോൺ നമ്പേഴ്സ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എ കോയിൻ ഈസ് ടോസ്ഡ് 3 times and the outcomes are recorded. How many possible outcomes are there? അപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ മീനിങ് എന്ന് പറയുന്നത്, ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുന്നു, ആൻഡ് ദ ഔട്ട്കംസ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്, ഹെഡ് ആകാം ടെയിൽ ആകാം, കിട്ടുന്ന റിസൾട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ഹെഡ് ആണെങ്കിൽ ഹെഡ് എന്ന് എഴുതി വെക്കുന്നു, ടെയിൽ ആണെങ്കിൽ ടെയിൽ എന്ന് എഴുതി വെക്കുന്നു. ഹൗ മെനി പോസിബിൾ ഔട്ട്കംസ് ആർ ദെയർ? എത്ര പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്, അതായത് എത്ര രീതിയിൽ ഇത് സംഭവിക്കാം, എത്ര രീതിയിലൊക്കെ സംഭവിക്കാം എന്നുള്ളതാണ്. 3 times ആണ് ടോസ് ചെയ്യുന്നത് അല്ലെ. ഫസ്റ്റ് കേസിൽ നമ്മൾ ഫസ്റ്റ് തവണ കോയിൻ ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന മാക്സിമം പോസിബിലിറ്റീസ് ഇവിടെ എഴുതണം. അതുപോലെ സെക്കൻഡ് തവണ കോയിൻ ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോസിബിലിറ്റി ഇവിടെ എഴുതണം. തേർഡ് തവണ കിട്ടുന്നത് 3ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, നേരത്തെയൊക്കെ ചെയ്തതുപോലെ തന്നെ. അപ്പൊ നമുക്ക് അറിയാം ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ മാക്സിമം പോസിബിലിറ്റി, ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തവണ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്കംസ് ആണ് പോസിബിൾ ഔട്ട്കംസ്. കോയിൻ ഈസ് ടോസ്ഡ് 3 times and the outcomes are recorded. അപ്പൊ ഫസ്റ്റ് തവണ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം പോസിബിലിറ്റീസ് എത്ര വരും? 2 വരുള്ളൂ. ഏതൊക്കെയാണ്? ഹെഡും ടെയിലും. ആ 2 നമ്മൾ ഇവിടെ ഈ കോളത്തിൽ എഴുതുന്നു. രണ്ടാമത്തെ കേസിൽ അതുപോലാണ് അല്ലെ, 2 തന്നെയാണ്. ഇവ തമ്മിൽ കണക്ഷൻ ഒന്നുമില്ല. ആദ്യം ഹെഡ് കിട്ടിയാൽ രണ്ടാമത് ഹെഡ് കിട്ടണം അങ്ങനെയൊന്നുമില്ല. രണ്ടും തമ്മിൽ യാതൊരു 3 കാര്യങ്ങളും തമ്മിൽ 3 തവണ ടോസ് ചെയ്യുന്നതും തമ്മിൽ കണക്ഷൻ ഒന്നുമില്ല. ആദ്യത്തെ തവണ ടോസ് ചെയ്യുന്നു, 2 എണ്ണം കിട്ടാം, ഹെഡോ ടെയിലോ കിട്ടാം, 2 എന്ന് എഴുതി. രണ്ടാമത്തെ കേസിലും മാക്സിമം പോസിബിലിറ്റി 2 ആണ്, മൂന്നാമത്തെ കേസിലും മാക്സിമം പോസിബിലിറ്റി 2 ആണ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 into 2 into 2 ആയിരിക്കും, which is equal to 8. അപ്പൊ ഈ ഒരു ക്വസ്റ്റിനെ പറ്റി വിശദമായിട്ട് നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിൽ, പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്ററിലും അടുത്ത വർഷവും ഒക്കെ വിശദമായിട്ട് ചാപ്റ്ററിൽ നമ്മൾ ഈ 8 ഔട്ട്കംസ് എങ്ങനെയൊക്കെയാണ് വന്നത്, എന്തുകൊണ്ടാണ് 8 എണ്ണം വന്നത്, ഏതൊക്കെയാണത് എന്നൊക്കെ വിശദമായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ അവിടെ ആ ചാപ്റ്ററിൽ അത് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ പെർമുട്ടേഷൻസ്, അതായത് നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ്, ഓരോ കേസിലും 2 വീതം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ 3 പ്രാവശ്യം ചെയ്യുമ്പോൾ 2 into 2 into 2 ആണ്, 2 raised to 3, that is 8. 7.1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവൻ 5 flags ഓഫ് ഡിഫറെന്റ് കളേഴ്സ്. 5 ഡിഫറെന്റ് ഫ്ലാഗ് തന്നിട്ടുണ്ട്, ഡിഫറെന്റ് കളേഴ്സിലുള്ളതാണ്. ഹൗ മെനി ഡിഫറെന്റ് സിഗ്നൽസ് ക്യാൻ ബി ജനറേറ്റഡ് ഇഫ് ഈച്ച് സിഗ്നൽ റിക്വയർസ് ദ യൂസ് ഓഫ് 2 flags, one below the other. അപ്പൊ ഇവിടെ 5 കളർ ഫ്ലാഗ് തന്നിരിക്കുകയാണ്. നമുക്ക് റിക്വയർമെന്റ് എന്ന് പറയുന്നത് 2 ഫ്ലാഗ് ഉപയോഗിച്ച് ഒരു സിഗ്നൽ ഉണ്ടാക്കുക, അതായത് ഒന്നിന്റെ താഴെയായിട്ട് 2 ഫ്ലാഗിന്റെ കളർ ഉപയോഗിച്ച്, 2 ഡിഫറെന്റ് കളറിലെ ഫ്ലാഗ് ഉപയോഗിച്ച് ഒരു സിഗ്നൽ തയ്യാറാക്കുക. അങ്ങനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം?
കയ്യിലുള്ള അവൈലബിലിറ്റി 5 ഫ്ലാഗ്സ് ആണ്. ഒരെണ്ണം ഇവിടെ റെഡ് ആണെങ്കിൽ താഴെ ഗ്രീൻ, അങ്ങനെ ഏത് രീതിയിലും അറേഞ്ച് ചെയ്ത് മാറ്റി മാറ്റി അറേഞ്ച് ചെയ്ത് എത്ര രീതിയിൽ ചെയ്യാം എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഫസ്റ്റ് മുകളിലിരിക്കുന്ന ഫ്ലാഗ് എത്ര രീതിയിൽ ചെയ്യാം? 5 ഫ്ലാഗ് ഉണ്ട് കയ്യിൽ, ആ 5 അവിടെ ഉപയോഗിക്കാം അല്ലെ. മാക്സിമം പോസിബിലിറ്റി ഈസ് 5. താഴെ വരുന്നത് എത്രയായിരിക്കും? താഴെ വരുന്നത് നമ്മുടെ കയ്യിൽ 5 ഇല്ല, ഒരെണ്ണം ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞു അല്ലെ. അത് വീണ്ടും ആ സെയിം കളർ ഉപയോഗിക്കാൻ പാടില്ല. ബാക്കി വരുന്നത് 4 ഫ്ലാഗ്. അപ്പൊ താഴെ വരുന്ന മാക്സിമം നമ്പർ ഓഫ് പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇസ് ഈക്വൽ ടു 5 into 4. This is equal to 20. അപ്പൊ 20 ഡിഫറെന്റ് രീതിയിൽ നമുക്ക് ഈ സിഗ്നൽ ഉണ്ടാക്കി എടുക്കാം, one below the other.